CPM-ന്റെ ജില്ലാ നേതാക്കളാണ് അവിടെ ഉള്ളത്. അവരാണ് ഈ മീൻ എടുത്തു മാറ്റിയില്ലെങ്കിൽ അതിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് പറയുന്ന ദൃശ്യങ്ങൾ. ജലസേചന വകുപ്പിലെ ഒരു ജീവനക്കാരന്, ഓഫീസിലെത്തിയ ജീവനക്കാരന് നേരിടേണ്ടി വന്നത് അതുകൂടി. യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീമതി മിനി. സമരം ചെയ്യാൻ അവകാശമുണ്ട്, പക്ഷേ ബലം പ്രയോഗിച്ച് സമരം വിജയിപ്പിക്കുന്നതെന്തിനാണ്? ഭീഷണിപ്പെടുത്തി സമരം സമ്പൂർണ്ണമാക്കുന്നതെന്തിനാണ്? ഞങ്ങൾ അസ്വസ്ഥരാണ്. വിനു എന്തിനാണ് എല്ലാ ട്രേഡ് യൂണിയൻ സമരത്തിനും അതിൻ്റെ തലേ ദിവസവും അതിൻ്റെ അന്നും ഈ തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആവശ്യങ്ങളുടെ ഒരു ന്യായത്തെക്കുറിച്ചും സംസാരിക്കാതെ ഇങ്ങനെ ഒന്നോ രണ്ടോ ഇൻസിഡന്റ്? ഓഹോ, ഇതാണോ? അതെ, എന്താ കുഴപ്പം? വിനു അടക്കമുള്ള ജേർണലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് പോലും കോൺട്രാക്ട് വൽക്കരണത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കൂടി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സമരങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്ഥാപനമുള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അപ്പോഴും എല്ലാ പണിമുടക്കിന്റെ തലേദിവസവും വിനു ഈ ഒരു സബ്ജക്റ്റ് എടുക്കുകയും എവിടെയെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ശ്രീമതി മിനി, ഈ ഒരാൾക്ക് മർദ്ദനമേറ്റാൽ അതൊരു വിഷയമല്ലേ? ശ്രീമതി മിനിയൊക്കെ ഭരണഘടനയെക്കുറിച്ച്, അവകാശങ്ങളെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്നവരാണല്ലോ. ഒരാൾക്ക് മർദ്ദനമേറ്റാൽ അത് ശരിയാണോ? മോഞ്ചത്താലും മരുമോളെ കണ്ണീര് കുടിപ്പിക്കണം ചില അമ്മായിമ്മമാരുടെ മനസ്ഥിതി അത് തന്നെ പറയുന്നത്. അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ആരോടും അങ്ങനെ ചെയ്യരുത് തന്നെയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇക്കാർ നേരത്തെ കാർട്ടൺ പറഞ്ഞല്ലോ കേരളത്തിന്റെ ഒരു മുക്കിലാണെന്ന്. അല്ല, ഈ രാജ്യത്ത് ഡൽഹിയിൽ ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ ഉണ്ടാവില്ല. സമ്പൂർണ്ണ കേരളം പോലെ ഒരു സമ്പൂർണ്ണ ബന്ധായ ഒരു സംസ്ഥാനത്തിന്റെ പേരൊന്ന് പറയൂ ശ്രീമതി മിനി. അത് ഉത്തരം പറ. പണിമുടക്കാണ്. കേരളത്തിൽ സംഘടിത തൊഴിലാളികൾ കൂടുതലാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഈ തൊഴിലാളികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി നടത്തുന്ന ഈ സമരം, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ആ സമരത്തെ ഒരിക്കൽ പോലും വിനു എന്ത് ചെയ്തിട്ടില്ല, പ്രശംസിച്ച. പറയുന്നത് സമരം ചെയ്യാനുള്ള അവകാശത്തെ ആരെതിർക്കുന്നു? എല്ലാവരും സമരം ചെയ്യട്ടെ, പക്ഷേ ഈ സമരം ചെയ്യാത്തവരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? പ്രചരണങ്ങൾ ഞങ്ങൾ നടത്തി, ഇത്രയും കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു. ഈ മാർക്കറ്റിലൊക്കെ ചെന്ന് എത്രയോ പ്രസംഗങ്ങൾ ഈ നേതാക്കൾ നടത്തിയിട്ടുണ്ടാവും. പിന്നെ ആ സമരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുമ്പോ നമ്മൾ ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഇവരൊക്കെ എന്താണ് ഈ മനസ്സിലാകാത്തത്? സമരത്തെ വെല്ലുവിളിക്കാല്ലെന്നേ. എനിക്ക് പുറത്തിറങ്ങണം, നിങ്ങൾക്ക് സമരം ചെയ്യാം, എനിക്ക് പുറത്തിറങ്ങണം, എന്ത് ചെയ്യും? പാടില്ല. എന്നെ തടയാൻ നിങ്ങൾ ആരാണ്? ഇത് പണിമുടക്കാണ്, അതായത് ഞാൻ പറഞ്ഞു അത് പാടില്ല. അത് പ്രതികരിക്കാൻ നിനക്ക് അവകാശമില്ല. ഞാനെന്താ ആഫ്രിക്കൻ അടിമ? ഇത് ഹർത്താൽ ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല, ഞങ്ങൾ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പണിമുടക്കേണ്ടത് തന്നെയാണ്. ഇത് കൊടും മാറണം തന്നെ. KSRTC-യിലെ തൊഴിലാളികൾ പണിമുടക്കിയത് തന്നെയാണ്. ചില തൊഴിലാളികൾ പണിമുടക്കിയതാണോ? പണിമുടക്കാത്തവരും ഉണ്ടല്ലോ. ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്ന്, കളിക്കവിളയിൽ നിന്ന് രാവിലെ തുടങ്ങിയ സർവീസ് തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ തടഞ്ഞു. ടിക്കറ്റ് എടുത്ത ആളുകൾ അവിടെ വന്ന് ആ യാത്ര പൂർത്തിയാക്കാതെ അവിടെ നിന്നു. എന്തിനാണ്? അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശിയുണ്ടാവാൻ വേണ്ടിട്ടാ. തൊഴിലാളികൾ വർഷങ്ങളായിട്ട് സമരം ചെയ്ത് നേടിയെടുത്ത മിനിമം വേജസിന്റെ അവകാശങ്ങൾ, തൊഴിലിൽ നിന്ന് പിരിച്ചുവിടാതിരിക്കുന്നതിനുള്ള അവകാശങ്ങൾ, ഇതെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിലെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സമരം ചെയ്യൂ ശ്രീമതി മിനി, ആ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യൂ. പക്ഷേ അതിന് ആളുകൾ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? തലക്കൊക്കെ പ്രാന്താണ്. ഇവിടെ താളത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ട? അത് ഞാൻ സമ്മതിച്ചു.
ചോദിച്ചല്ലോ, ഞാൻ സമ്മതിച്ചു 1-2 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ വിനു പറയൂ, ആയിരക്കണക്കിന് തൊഴിലാളികൾ ഈ സമരത്തിന് ഐക്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തിയതിനെ കുറിച്ച് എന്താ പറയാത്ത വിനു? ഒരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ അവകാശപ്പെടുന്ന 25 കോടി തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നു, മതിയല്ലോ. അതാണ് പറഞ്ഞത്, ഇന്ത്യയിലെ 140-150 കോടി ജനങ്ങളിൽ 25 കോടി തൊഴിലാളികൾ പണിമുടക്കിയാൽ അത് വിജയമല്ലേ? ബാക്കിയുള്ളവർ പുറത്തിറങ്ങിക്കോട്ടെ. അത് ഞാൻ പറയട്ടെ, ഇത് വിജയത്തിന്റെ തോൽവിയുടെ വിഷയമല്ല. ഈ ഒരാളെയും നിർബന്ധിച്ച് ഈ പണിമുടക്കിൽ പങ്കെടുപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ശ്രീമതി ബിനി പറഞ്ഞ ഡൽഹിയിലും ബോംബെയിലും ചെന്നൈയിലും എല്ലാം നടന്നത്. ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എത്രയോ സ്ഥലങ്ങളിൽ ഉണ്ടായി. ഇവിടെ ഒരു സ്ഥലത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഈ തൊഴിലാളികൾ ഈ രാജ്യത്തെ ജനങ്ങളാണ്, ഈ രാജ്യത്തിന്റെ സമ്പത്ത്. അല്ല, അത് ആ തൊഴിലാളികളും സമരം ചെയ്യുന്ന തൊഴിലാളികളും ഈ രാജ്യത്തെ ജനങ്ങളാണ്, അല്ലാത്തവരും ജനങ്ങളാണ്. എല്ലാവർക്കും അവകാശമുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതല്ലേ? അതെ. സംഘടിത തൊഴിലാളികളുടെ ബലപ്രയോഗത്തിനും ഭീഷണിക്ക് മുന്നിൽ അവകാശങ്ങൾ അടിയറ വെക്കാൻ ഉള്ളതുമല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കും ശ്രീമതി ബിനി. മൂത്ത് നിറച്ച ചില നേതാക്കന്മാരെ വാഴിക്കാൻ വേണ്ടി നിങ്ങൾ വിടുപണി ചെയ്തോളൂ, ഞങ്ങൾ അതിന് കിട്ടില്ല. വിനു, ഭാരത് ബന്ദ് വിജയകരമാണ് എന്ന് ഈ ബന്ദിനോ ഹർത്താലിനോ എന്ത് പേരിട്ട് വിളിച്ചാലും കേരളത്തിൽ അത് ബന്ദായിരുന്നു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ഹർത്താൽ എന്ന് വിളിച്ചോളൂ. ശക്തി ഉപയോഗിച്ച് കടയടപ്പിക്കുന്നതൊക്കെ 2000-ലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശക്തമായിട്ട് വിലക്കിയിട്ടുള്ളതാണ്. അതൊന്നും എന്റെ വിഷയമാവില്ല. ഒരു തരത്തിലും നമ്മൾ ഒരു തൊഴിലാളി അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഇത്തരത്തിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞ ഈ അക്രമത്തിനെ ന്യായീകരിക്കുവാൻ കഴിയില്ല. പ്രതിഷേധത്തിനോട് ആർക്കും എതിർപ്പില്ല ശ്രീമിനി. അവകാശം തൊഴിലാളികൾ ഉണ്ടെങ്കിലേ ഒരു സമൂഹത്തിന് ശക്തി ഉണ്ടാകൂ. പക്ഷേ ഇപ്പൊ കേരളത്തിൽ മാത്രം ഇതെങ്ങനെ ബന്ദായി മാറിയത്? നിങ്ങൾ പണിമുടക്കെന്ന് വിളിച്ചോളൂ, നിങ്ങൾ ഹർത്താൽ എന്ന് വിളിച്ചോളൂ, ഇത് ബന്ദാണ് കേരളത്തിൽ നടന്നത്. അവരുടെ മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിനെ ചലിപ്പിക്കില്ല എന്ന വാശിയെടുത്തത് കൊണ്ടാണ്. ഒരുത്തൻ അടി കൊണ്ട് തറയിൽ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ശബ്ദിക്കണം ശ്രീവിനു. അവബോധം ഉണ്ടാക്കും. നിങ്ങൾ പറഞ്ഞല്ലോ മാർക്കറ്റിൽ, എൻ്റെ പ്രിയ സുഹൃത്താണ് ശ്രീമതി മിനി, പക്ഷേ മാർക്കറ്റിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ തുറക്കരുതെന്ന്. അത് ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത്. കട തുറക്കണോ വേണ്ടയോ, മാർക്കറ്റിൽ പ്രസംഗിക്കുന്നതിൻ്റെ അടിമയല്ല വ്യക്തികൾ. എന്താ പണിമുടക്കെന്ന് പറഞ്ഞാൽ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ കട നിർബന്ധപൂർവ്വം അടപ്പിക്കാൻ കഴിയുമോ? ഇതെന്താ സിൻഡിക്കലിസം നിലനിൽക്കുന്ന സൊസൈറ്റിയാണോ? ഉൾപ്പെടെയുള്ള കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രീയ അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടി എത്ര നടപടികൾ, നമ്മൾ നിശബ്ദമായിട്ടുള്ള വിപ്ലവങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ലേ? ഇത്തരത്തിൽ മുഷ്കാണ് പ്രകടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ കേരളത്തിലെ മാധ്യമം അത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം പുറത്തു വരികയില്ല. ഇന്ന് അവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോകാത്തത്, നീ രാവിലെ ഗുളി കഴിച്ചില്ലേ? നീ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ ചിരിക്കുന്നതിന് അവരുടെ സ്വമനസാല എടുത്തിട്ടുള്ള, നിങ്ങൾ ചിരിക്കണ്ട. നിനക്ക് പൊല ഗുളിയും തമാശയില്ലടാ. ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവില്ല. ഇത് 3 ഇൻസിഡന്റ് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു ഡൽഹിയിൽ ഉണ്ടായില്ല. ആയിക്കോട്ടെ, 15-ഓ 100-ഓ കാണിക്കൂ. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ആയിക്കോട്ടെ, 15-ഓ 100-ഓ കാണിക്കൂ. നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. കണക്കിന് ദിവസം കർഷകർ ഡൽഹിയിലെ ആ അതിർത്തിയില് നിശബ്ദമായി അവർ സമരം ചെയ്തപ്പോ അവിടെ കമ്പിവേലി കെട്ടി സർക്കാർ അവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോ പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, തിരുവനന്തപുരത്ത് ഏതാണ്ട് 100 ചില്ലുവാനം ദിവസം, എനിക്ക് തോന്നുന്നത് 150 കാണും. അത്രയും ദിവസമായി സമരം ചെയ്യുന്ന ഈ ആശാ വർക്കർമാരുടെ മുന്നിൽ കൂടിയാണ് നെഞ്ചു വിരിച്ച് ഈ CITUവിന്റെയും INTUCയുടെയും സംസ്ഥാന നേതാക്കൾ പ്രകടനം നടത്തി നിന്ന്. അവരുടെ സമരപന്തലിന് മുന്നിലൂടെയാണ്. അതിൽ ഈ സമരം ചെയ്യുന്ന നേതാക്കൾക്ക് എന്താണ് അഭിപ്രായം എന്ന് കൂടി അറിയണം. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ.
കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ്. ഈ സമരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യമുണ്ട്, അവരെ തൊഴിലാളികളായി കാണണം എന്ന് പറയുന്നത്. തൊഴിലാളികളായിട്ട് അവരെ കാണണ്ടേ? അവർക്ക് അല്ല, അവരെ തൊഴിലാളികളായി കാണാൻ തയ്യാറാവാത്ത ഒരു സംസ്ഥാന സർക്കാരും ഉണ്ടല്ലോ. അവർ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ആയിരുന്നല്ലോ സമരം. നമ്മൾ വിനു പറഞ്ഞു വരുമ്പോ വിനു നെഗറ്റീവ് മാത്രം പറയുന്നു, വിനു പോസിറ്റീവ് പറയുന്നില്ല. ഇന്ന് KSRTC വണ്ടി ഓടിച്ച ആളുകളെയൊക്കെ തമ്പാനൂരിൽ തടഞ്ഞത് ശരിയാണ്. ഈ കൊല്ലത്ത് ഔഷധി ജീവനക്കാരനെ തെറി വിളിച്ചോടിച്ചത് നീതിയാണ്. മുക്കത്ത് എന്താണ് ഈ മത്സ്യ കച്ചവടക്കാരൻ ഈ മീനിൽ മുഴുവൻ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് CPM-ന്റെ ജില്ലാ നേതാവ് എന്ന് പറയുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് പോസിറ്റീവ്. വിനു ഇപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലെ ലിസ്റ്റ് വായിച്ചു. അതുപോലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്നത് ഹാജർ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വടി കൊടുത്ത് അടി മേടിച്ചതിന് തുല്യമാവും. മോദി ഇവരോട് ചോദിക്കുക, ഇന്ത്യയിലെ 98 അല്ല, സ്റ്റാലിൻ നമ്മുടെ പിണറായിയുടെ നല്ല സുഹൃത്തായതുകൊണ്ട് നമ്മുടെ ഒരു അയൽ സംസ്ഥാനം കേരളത്തോട് എത്ര സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് 98% തൊഴിലാളികൾ ഈ പണിമുടക്കി പങ്കെടുത്തില്ലല്ലോ, നിങ്ങളുടെ മുദ്രാവാക്യം തെറ്റല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എനിക്ക് കാര്യം കൂടെ സൂചിപ്പിക്കാം. അതായത് ഈ ത്രിപുരയിലെയും ബംഗാളിലെയൊക്കെ സമരങ്ങളല്ലേ അവിടെ ആ പാർട്ടിയുടെ നാശത്തിന് കാരണം. അപ്പോൾ ഇന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞുകൂടി കേൾക്കാം. LDF കൺവീനർ, CITU നേതാവ്. ഇന്ന് ജോലിക്ക് വരാൻ പാടില്ല. എന്തിനാത് ഈ മുടക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില ആളുകൾ വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രതികരണങ്ങളുണ്ടാവും. അത്രേ കണക്കാക്കേണ്ടതുള്ളൂ. അത് പ്രാണവേദന മകക്ക് വീണ വായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി. രണ്ട് നേതാക്കന്മാര് പാവപ്പെട്ട മനുഷ്യരുടെ മേൽ ഈ ചെറിയ പ്രതികരണങ്ങൾ കേരളമാകെ ഉണ്ടായി. പക്ഷെ ഒരു ദൃശ്യം കൂടി കാണുക. സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇന്ന് ജോലിക്ക് വന്നതാണ്. അതിവിടുത്തെ ന്യായം. സർക്കാരിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹം ജോലി ചെയ്തത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കൂടി ജോലി ചെയ്യിപ്പിച്ചു. പക്ഷെ ആരും തടഞ്ഞില്ല. യഥാർത്ഥ ബൂർഷ്വാസിയുടെ ഒരു രോമം തൊടാൻ പോലും ഒരുത്തിന് സാധ്യമല്ല. ശ്രീ TP രാമകൃഷ്ണൻ്റെ സംഘടനയുടെ മുഷ്കൊന്നും അവിടെ ചെലവായില്ല. ചീഫ് സെക്രട്ടറി ജോലി ചെയ്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് അതേ വാഹനത്തിൽ മടങ്ങി. ഒരുപാട് വകുപ്പ് സെക്രട്ടറിമാർ സർക്കാർ വാഹനത്തിൽ വന്നു. അവരും അവരുടെ ഡ്രൈവർമാരുമെങ്കിലും ജോലി ചെയ്തു. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ.